എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. നീ തീപ്പന്തം പോലെ ഞാൻ കത്തും. ഒടുവിൽ PV അൻവർ MLA തെരുവ് യുദ്ധത്തിനിറങ്ങുകയാണ്. CPM നേതൃത്വത്തിനും ഇടതുമുന്നണി സർക്കാരിനും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം. CPM നേതൃത്വത്തെ ഒന്നാകെ വിമർശനത്തിൽ മുക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അൻവറിനി ഇടതിന്റെ ഭാഗമല്ലെന്ന് പ്രഖ്യാപിച്ചു. തുറന്ന പോരിന് കളമൊരുങ്ങിയതോടെ അൻവറിനെ പൂട്ടാൻ സർക്കാർ ഒരുക്കം തുടങ്ങി. MLAക്കെതിരെ ഫോൺ ചോർത്തലിൽ കേസെടുത്തിരിക്കുകയാണ്. ഫോൺ ചോർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചുവെന്നാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കോട്ടയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറും. ഈ കേസ് ഗൗരവത്തോടെ കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനം. ഇതിനിടെ അൻവറിന്റെ CPM വിരുദ്ധ പ്രഥമ പൊതുയോഗം നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും. ജീപ്പിൽ മൈക്ക് കെട്ടിയാണ് പ്രസംഗം. ഇനി ഞാൻ തീപ്പന്തം പോലെ കത്തുമെന്ന് അൻവർ. മൈക്ക് പെർമിഷൻ എടുത്തിട്ടുണ്ട്. അൻവറിന് പിന്തുണയുമായി മലപ്പുറത്ത് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിൽ വൻ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇതിനിടെ നേരത്തെ ചേർത്തുപിടിച്ച CPM സൈബർ കേന്ദ്രങ്ങൾ ഏറെയും അൻവറിനെ കൈവെടിഞ്ഞു. എന്നാൽ കമന്റുകളിൽ അൻവർ പിന്തുണ നിറയുകയാണ്. CPM പ്രവർത്തകർ കൊല്ലവിളി മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ 100 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതിനിടെ അൻവറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ്. സുരക്ഷയുടെ ഭാഗമായി വസതിക്ക് സമീപം പോലീസ് പിക്കറ്റ് പോസ്റ്റ് സ്ഥാപിക്കും. മുതിർന്ന ഉദ്യോഗസ്ഥരും 3 സിവിൽ പോലീസുകാരും അടങ്ങുന്ന സംഘത്തിനാണ് ചുമതല. 24 മണിക്കൂറും പോലീസ് സംഘം സ്ഥലത്തുണ്ടാകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അൻവർ അടങ്ങിയിരിക്കാൻ ഒരുക്കമല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി ആരൊക്കെ കൂടെ കാണും? വരും ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ തന്റെ നയം പറഞ്ഞ് പൊതുയോഗം നടത്താൻ അൻവർ തീരുമാനിച്ചു കഴിഞ്ഞു. അൻവർ പുതിയ പാർട്ടി രൂപവൽക്കരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എങ്കിൽ ആ പാർട്ടി ഏത് പക്ഷത്തോട് ചേർന്ന് നിൽക്കും?